സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണത്തിൽ പ്രതിസന്ധിയിലായി വ്യാപാരികളും. വ്യാപാര വ്യവസായ മേഖല വലിയ തിരിച്ചടി നേരിടുന്നുണ്ടെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര റിപ്പോർട്ടറിനോട് പറഞ്ഞു. നിലവിലെ സാഹചര്യം ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു. ചെറുകിട സ്ഥാപനങ്ങളാണ് വലിയ പ്രതിസന്ധി നേരിടുന്നത്. പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെയും വൈദ്യുതി മന്ത്രിയെയും നേരിൽ കാണുമെന്നും രാജു അപ്സര പറഞ്ഞു. കേൾക്കും. വ്യാപാര വ്യവസായ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഈ പവർ കട്ട്. സത്യത്തിൽ കുറെ കൂടി ക്രിയാത്മകമായി ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്ന ഒരു സംവിധാനം തന്നെ നമ്മുടെ രാജ്യത്തു നിന്നുണ്ട്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അത് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം ഇലക്ട്രിസിറ്റി വകുപ്പിനുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. വ്യാപാര വ്യവസായ മേഖലയുടെ ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയാണ് ഈ പവർ കട്ട്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും നേരിൽ കണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്വാന്തന സാജു നൽകും വിശദാംശങ്ങൾ. സ്വാന്തന, എല്ലാവരും കട്ടിൽപ്പെട്ടു. ഈ വ്യാപാര മേഖലയൊക്കെ സംബന്ധിച്ച് അവർക്ക് വലിയ പ്രതിസന്ധിയാണ്. അതെ റോഷ്നി, അങ്ങനെ തന്നെയാണ്. വലിയ പ്രതിസന്ധി അതിപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ട്. സാധാരണക്കാരായ ജനങ്ങൾ, വീട്ടിലിരിക്കുന്ന ഒരാൾ മുതൽ വ്യാപാര സ്ഥാപനങ്ങളിലുള്ള ആളുകൾ വരെ എല്ലാവർക്കും വലിയ പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ വ്യാപാര മേഖല വലിയൊരു പ്രതിസന്ധിയാണ് നേരിടുന്നത് എന്ന് തന്നെയാണ് ഈ വ്യാപാര വ്യവസായ ഏകോപന സമിതിയും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ ചെറുകിട കച്ചവടക്കാർ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ കടകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു ജനറേറ്ററോ ഇൻവെർട്ടറോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് വലിയ ഒരു പ്രശ്നം ഈ സമയത്ത് വരില്ല. പക്ഷെ ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഒരു ചെറിയ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കടയാണെങ്കിൽ ഇവിടെ പല സാധനങ്ങളും ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന അല്ലെങ്കിൽ ഈ ഫ്രീസറിലൊക്കെ വെക്കുന്ന പാലും തൈരും ഐസ്ക്രീമും അടക്കമുള്ള സാധനങ്ങൾ അവർ വില കൊടുത്ത് വാങ്ങി വെക്കുന്നതാണ്. ഈ അരമണിക്കൂറാണ് കറണ്ട് കട്ട എന്ന് പറയുമ്പോഴും സാധാരണ ഇടങ്ങളിൽ അരമണിക്കൂർ അല്ല ഈ കറണ്ട് പോകുന്നത് എന്നുള്ളതാണ്. നേരത്തെ സുനിഷ സൂചിപ്പിച്ചതുപോലെ ആദ്യം ഒരു അരമണിക്കൂർ പോയിട്ട് പിന്നെ 15 മിനിറ്റും 20 മിനിറ്റും അരമണിക്കൂറും ഒക്കെ ആയിട്ട് ഏതാണ്ട് 2-2.5 മണിക്കൂറാണ് പല ഇടങ്ങളിലും കറണ്ട് പോകുന്നത്. ഇത് എപ്പോഴാണ് പോകുന്നത് എന്ന് പോലും പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ഈ വ്യാപാരികളായ പല ആളുകളോടും സംസാരിച്ചിരുന്നു. ഡെഫ് എടുക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായി പലയിടങ്ങളിലും പോയപ്പോൾ നമ്മൾ അവിടുത്തെ ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുകയായിരുന്നു ഒരു രക്ഷയുമില്ല, വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഇത്തരം സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുമ്പോൾ ഈ കറണ്ട് 1-2 മണിക്കൂറൊക്കെ കറണ്ട് ഇല്ലാതിരിക്കും. അത് പല സമയങ്ങളിലാണ്. പക്ഷേ എങ്കിൽ പോലും കറണ്ട് ഇല്ലാതിരിക്കുമ്പോൾ ഈ സാധനമൊക്കെ ചീത്തയായി പോകുകയാണ്. അതെല്ലാം ആളുകൾക്ക് കൊടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറുകയാണ്. ഇപ്പോൾ ഒരു പാലൊക്കെ വാങ്ങി വെക്കുന്ന സാധാരണക്കാരനായ ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻവെർട്ടറോ ഒരു ജനറേറ്ററോ വാങ്ങി വെക്കുക എന്ന് പറയുന്നത് അത്രത്തോളം പ്രായോഗികമായ ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അത്തരത്തിൽ പല ആളുകളും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ചെറിയ തട്ടുകട നടത്തുന്ന ആളുകൾക്ക് പോലും 1 മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ കറണ്ട് പോകുമ്പോൾ അത്രയും സമയത്തെ കച്ചവടം നഷ്ടമാകുകയാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധി, അത് ചെറുകിട കച്ചവടക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതിയും ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമാക്കുന്നത്. ഈ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ എന്തായാലും മുഖ്യമന്ത്രിയെയും വൈദ്യുതി മന്ത്രിയെയും നേരിട്ട് കാണാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇവർ എത്തിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു പരിഹാരം അത് കണ്ടെത്തിയില്ലെങ്കിൽ പല വ്യാപാരികളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അടക്കം പോകുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ ആ കൂടിക്കാഴ്ച ഉണ്ടാകും എന്നുകൂടി എന്തായാലും വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് റിപ്പോർട്ടറിനോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, പല മേഖലകളിലും തിരിച്ചടിയായെന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്.